നമ്മുടെ കുട്ടികൾ ക്ഷീണിക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം വൈകാരികമായിട്ടുള്ള കാരണങ്ങളാണ്. ഇമോഷണൽ ഇഷ്യൂസ്, പ്രത്യേകിച്ച് സങ്കടം, ദേഷ്യം, അതുപോലെ പേടി, ഇത്തരത്തിലുള്ള വികാരങ്ങൾ അമിതമായിട്ടുണ്ടാകുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് ക്ഷീണിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ ക്ഷീണമാണ് എന്ന് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഏരിയയാണ് അവർക്ക് അമിതമായിട്ട് സങ്കടമോ ദേഷ്യമോ ആകുലതയോ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത്. കുട്ടികളെ മാത്രമല്ല, നമ്മൾ മുതിർന്നവരെ പോലും ഒരുപോലെ തളർത്തിക്കളയുന്ന ഒരു വികാരമാണ് ഏകാന്തത. അതായത് ഒരു സോളിറ്റ്യൂഡ്, കണക്ഷൻ ഇല്ലാതെ, സൊസൈറ്റിയുമായിട്ട് ഒട്ടും തന്നെ കണക്ഷൻ ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ഒരു വികാരം. പ്രത്യേകിച്ച് സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ ഈ സമയത്ത് നമ്മളുടെ കുട്ടികൾക്ക് ഈ ഒരു തരത്തിലുള്ള ഏകാന്തത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയാതെ. അപ്പോൾ അത്തരത്തിലുള്ള ഏകാന്തത കുട്ടികളിൽ വല്ലാത്ത ഒരു ക്ഷീണമുണ്ടാക്കും. കാരണം നമ്മളുടെ ബ്രെയിനിന് എപ്പോഴും കണക്ഷൻസ് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്ന്. നമുക്ക് സാമൂഹ്യപരമായിട്ടുള്ള കണക്ഷൻസും വളരെ ആവശ്യമാണ്. അപ്പോൾ പുതിയ എൻവയോൺമെൻറ്റിൽ, പുതിയ സ്ഥലങ്ങളിൽ പുതിയ ഫ്രണ്ട്ഷിപ്പ് കിട്ടാതെ, പുതിയ ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനാകാതെ അവർക്കൊരു ഏകാന്തത ഉണ്ടാക്കുക. അതുമാത്രമല്ല, സ്കൂൾ തുറക്കുമ്പോൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരുമ്പോൾ ഹോം എൻവയോൺമെൻറ്റുമായിട്ട് അവർക്ക് കൂടുതൽ മിങ്കിൾ ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മൾക്ക് പേരൻസിനും കുട്ടികൾക്കും പരസ്പരം സംസാരിക്കാനും ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഉള്ള ആ ഒരു സാധ്യത കുറയുന്നത് കൊണ്ടും ഈ ഏകാന്തത അവരെ ക്ഷീണിപ്പിച്ചേക്കാം. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക.